കല്യാണ പല്ലക്ക്. രചന അവതരണം മിത്രവിന്ദ. മോളെ, നീ നന്നായി ആലോചിച്ചിട്ടാണോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ദുർബലമായി പോയി വേണുമാഷിന്റെ ശബ്ദം. അതെ അച്ഛാ, എനിക്ക് സമ്മതമാണ്. ഗായത്രിയുടെ വാക്കുകൾ കേൾക്ക് മഹേഷ് വല്ലാത്തൊരവസ്ഥയിൽ എത്തി നിന്നു. അവളെ മുക്കുയർത്തി നോക്കാനാകാത്ത വിധം മഹേഷിന്റെ തല താഴ്ന്നു. അനിയത്തിയായി കണ്ട കുട്ടിയെ പെട്ടെന്ന് ഭാര്യയായി സ്വീകരിക്കേണ്ടി വരികയെന്ന് പറഞ്ഞാൽ അവൻ എന്തോ അംഗീകരിക്കാൻ വല്ലാത്ത പ്രയാസം തോന്നി. ഗായത്രിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തൻ്റെ സ്വന്തം ചേട്ടനെ കണ്ടയാളെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് സങ്കല്പിക്കുന്നത് പോലും അവളെ സംബന്ധിച്ച് വേദനാജനകമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇരു കുടുംബങ്ങളുടെയും മുഖം രക്ഷിക്കാൻ താൻ ഇതിന് സമ്മതിച്ചേ പറ്റൂ. ഗായത്രി മനസ്സിൽ ഉറപ്പിച്ചു. മാഷേ, ഞാൻ ഗായത്രിയോടൊന്ന് സംസാരിച്ചോട്ടെ? മഹേഷ് ചോദിച്ചു. വേണുമാഷിന്റെ ഭാഗത്തു നിന്ന് സമ്മതം ലഭിച്ചതും ഗായത്രി ഒന്ന് നോക്കിക്കൊണ്ട് മഹേഷ് മുറ്റത്തേക്ക് നടന്നു. പിന്നാൽ ആരെയും നോക്കാതെ ഗായത്രിയും അവിടേക്ക് ചെന്നു. മാവിൻ ചോട്ടിൽ പുറം തിരിഞ്ഞു നിൽക്കുകയാണ് മഹേഷ്. ഗായത്രി അവിടേക്ക് ചെന്ന് മെല്ലിയൊന്ന് മുരടനക്കി. പിന്നിലവൾ വന്നെന്നറിഞ്ഞ് മഹേഷ് തിരിഞ്ഞു നോക്കി. ഗായത്രി, താൻ എന്തിനാ വിവാഹത്തിന് സമ്മതിച്ചത്? മുൻപ് എപ്പോഴും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും മാത്രം സംസാരിച്ചിരുന്ന മഹേഷിന്റെ ഭാഗത്തു നിന്നും പരുക്കനായ സ്വരത്തിൽ ആ ചോദ്യം കേൾക്കേണ്ടി വന്നതും ഗായത്രിക്ക് വല്ലായ്മ തോന്നി. തൻ്റെ ചേച്ചി അത്രയേറെ സ്നേഹിച്ചിട്ടുണ്ടാവും ഈ ചേട്ടൻ. അതാവും ഇപ്പൊ തന്നെ അംഗീകരിക്കാൻ പോലും കഴിയാത്ത വിധം. ബാക്കി ചിന്തിക്കാതെ അവൻ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമോ ചേട്ടാ ഇത്. പിന്നെ ചേട്ടൻ്റെ വീട്ടുകാരുടെ ആവശ്യവും ഇത് തന്നെയായിരുന്നല്ലോ. താൻ തൽക്കാലം അവരുടെ കാര്യമൊക്കെ വിട്. ഒന്നും ഒരുമിച്ച് ജീവിക്കേണ്ടത് നമ്മൾ തമ്മിലല്ലേ? പെട്ടെന്ന് മഹേഷിന്റെ വായിൽ നിന്നും ആ വാക്കുകൾ വീണതും ഗായത്രി തോളിൽ കൂടിയിരുന്ന ഷോളിൽ വിരൽ മുറുക്കി പിടിച്ചു. അവളുടെ ആ ചേഷ്ടകളെല്ലാം മഹേഷ് കൃത്യമായി കാണുന്നുണ്ട്. എടോ, ഞാൻ തനിക്ക് അവസാനമായിട്ടൊരു അവസരം തരാം. താനൊന്ന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കല്യാണം മുടങ്ങും. മഹേഷിന്റെ മനസ്സിൽ ഗായത്രിക്കിപ്പോൾ വിവാഹത്തെക്കുറിച്ച് താല്പര്യമില്ലെന്ന് മാഷിന്റെ വായിൽ നിന്ന് കേട്ടറിഞ്ഞതാണ്. അതുകൊണ്ട് അവളെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടി വരില്ല എന്നായിരുന്നു. അതേസമയം ഗായത്രിയുടെ മനസ്സിലെ ചിന്തകൾ സഞ്ചരിച്ചത് അത്രയും തൻ്റെ ചേച്ചിയെ മഹേഷേട്ടൻ അത്രയും സ്നേഹിച്ചതുകൊണ്ട് ഒരിക്കൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യാസ്ഥാനത്ത് കാണാൻ കഴിയില്ലെന്നുമാണ്. ഇരുവരും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾക്ക് അവിടെ നിന്നായിരുന്നു തുടക്കം. മഹേഷിന് തന്നെ ഭാര്യയെ കാണാൻ കഴിയില്ലായിരിക്കും എന്ന് ചിന്തിച്ചതും ഗായത്രിക്ക് നേരിയ വിഷമം തോന്നി. തൻ്റെ അവസാന പിടിവള്ളിയായിരുന്നു ഇത്. ഒരു പക്ഷെ ഈ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ നടന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അച്ഛൻ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ല. അത്രയേ ചിന്തിച്ചുള്ളൂ അവൾ. പക്ഷേ അവൾ അഴിക്കാൻ നോക്കും തോറും ആ കെട്ട് മുറുകിക്കൊണ്ടിരിക്കുന്ന കാര്യവും അവൾ അറിഞ്ഞില്ല. ഗായത്രി എന്താ ആലോചിക്കുന്നേ? എടോ, തനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പോയി എല്ലാവരോടും പറയട്ടെ? ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, എനിക്കൊരു താല്പര്യക്കുറവൊന്നുമില്ല. നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നമ്മുടെ വിവാഹം നടക്കണം. ഇല്ലെങ്കിൽ വിളിച്ചു കൂട്ടിയ അതിഥികൾക്ക് മുമ്പിൽ എൻ്റെ അച്ഛൻ നാണം കെട്ടി നിൽക്കുന്ന കാഴ്ച എനിക്ക് കൂടി കാണേണ്ടി വരും. വല്ലാത്തൊരു തരം വേദനയോടെയാണ് ഗായത്രി പറഞ്ഞത്. മഹേഷിന് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ആ നിമിഷം തോന്നിപ്പോയി. വിങ്ങി പൊട്ടിയാണ് അവൾ സംസാരിക്കുന്നത്. കണ്ണീർ ഇരു കവളിലൂടെയും ഒലിച്ചിറങ്ങുന്നുണ്ട്. അവളുടെ ആ അവസ്ഥ അവൻ അധിക നേരം കണ്ടു നിൽക്കാനായില്ല. ഗായത്രി അകത്തേക്ക് പോയിക്കോ, മഹേഷ് പറഞ്ഞ മാത്രയിൽ ഗായത്രി പെട്ടെന്ന് പിന്തിരിഞ്ഞതും അവനവളെ വീണ്ടും പിന്നിൽ നിന്ന് വിളിച്ചു. ഗായത്രി. ഇനിയും എന്ത് എന്ന അർത്ഥത്തിൽ അവൾ അവനെ നോക്കി. മുഖം തുടച്ചിട്ട് പോ, മഹേഷ് പറഞ്ഞതും തോളിൽ കിടന്ന ഷോൾ വെച്ച് മുഖം ഒന്ന് അമർത്തി തുടച്ച ശേഷം മുഖത്തൊരു പുഞ്ചിരി എടുത്തണിഞ്ഞുകൊണ്ട് വീണ്ടും ഗായത്രി ഉള്ളിലേക്ക് ചെന്നു. വേണുമാഷ് വല്ലാത്തൊരു വെപ്രാളത്തോടെ അവളെ നോക്കുന്നത് കണ്ടത് അവളൊന്ന് കണ്ണു ചിമ്മി ചിരിച്ചു കാണിച്ചു. അവൾക്ക് പിന്നാലെ തന്നെ മഹേഷും അകത്തേക്ക് കയറി. മാഷെ, ഒരു മിനിറ്റ്, മാഷ് ഒന്ന് പുറത്തേക്ക് വരാമോ? പെട്ടെന്ന് മഹേഷ് തന്നെ എന്തിനാവും വിളിക്കുന്നത് എന്ന ചിന്തയോടെ തന്നെയാണ് വേണുമാഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. ഗായത്രിയുടെ മനസ്സിലൊരു വല്ലായ്മ തോന്നി. ഇനിയൊരു പക്ഷേ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അച്ഛനോട് നേരിട്ട് പറയാനാകുമോ മഹേഷ് വിളിച്ചത്? അവൾ ആലോചനയോടെ നിന്നു. എന്താ മഹേഷ് വിളിച്ചത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാഷി, ഞാൻ ആ കുട്ടിയോട് ആവുന്ന പറഞ്ഞു നോക്കി. ഇപ്പോൾ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ വിവാഹത്തിനൊന്നും നിൽക്കണ്ടെന്ന്. പക്ഷെ അയാൾക്ക് മാഷ് നാളെ വിവാഹത്തിനായി വിളിച്ചുകൂട്ടി ആളുകളുടെ മുമ്പിൽ
മോശക്കാരനായി നിൽക്കേണ്ടി വരുമല്ലോ എന്നോർത്തുകൊണ്ടുള്ള ടെൻഷനാണ്. വേണുമാഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണിൽ വെച്ചിരുന്ന കട്ടിക്കണ്ണട ഊരുമാറ്റി മുണ്ടിൻ്റെ കോത്തല കൊണ്ട് അയാൾ കണ്ണ് തുടച്ചു. മഹേഷ് വേണുമാഷിൻ്റെ കരം കവർന്നു. മാഷ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഗായത്രിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു മഹേഷിൻ്റെ വാക്കുകൾക്ക്. അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായതോടെ മഹേഷും കുടുംബവും തിരികെ പോകാനായി ഇറങ്ങി. അവരെ യാത്രയാക്കിയ പാടെ നേരെ മുകളിലേക്ക് പോയതാണ് ഗായത്രി. മുകളിലെ മുറിയിൽ ചെന്ന് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി ഏറെ നേരം അവൾ കിടന്നു. ഇടയ്ക്കെപ്പോഴോ തൻ്റെ നെറുകയിൽ ഒരു നനുത്ത സ്പർശം അറിഞ്ഞപ്പോഴാണ് അവൾ മുഖമുയർത്തി നോക്കിയത്. മറ്റാരുമല്ല, ശ്യാമളയാണ്. എന്തിനാ മോളെ നീ വിവാഹത്തിന് സമ്മതിക്കാൻ പോയത്? അത് കുഴപ്പമില്ലമ്മ, എന്തായാലും വിവാഹം കഴിക്കണം. അതിപ്പോൾ ഇത്തിരി നേരത്തെ ആയെന്ന് കരുതിയാൽ മതി. ഗായത്രി സംസാരത്തിൽ സ്വാഭാവികത വരുത്തിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ ഉള്ളുന്നൊന്താണ് അവൾ അങ്ങനെ പറയുന്നത്. അത് ശ്യാമളയ്ക്ക് നന്നായി അറിയാം. ഈശ്വര, എന്നാലും പൂച്ചയെപ്പോലെ പതുങ്ങി നടന്ന ഈ ഗംഗയ്ക്ക് നമ്മളോട് ഇങ്ങനെ ഈ ചതി ചെയ്യാൻ എങ്ങനെ തോന്നി? ഗതി പിടിക്കില്ല അവൾ, എവിടെ പോയാലും ഗതി പിടിക്കില്ല. തലയിൽ കൈവച്ച് പ്രാകും പോലെ ശ്യാമള പറഞ്ഞു. ഗായത്രി അവരെ തടയാനൊന്നും പോയില്ല. പക്ഷെ ചേച്ചി എന്തിനിങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യം അവളുടെ ഉള്ളിൽ ബാക്കി നിന്നു. വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ മാഷ് അവളോട് ചോദിച്ചതാണ് പ്രണയമോ മറ്റോ ഉണ്ടോന്ന്. അന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയവൾ ഇപ്പൊ എന്തിനീ സാഹസം കാട്ടി? ഒരുപക്ഷെ അന്ന് ഈ പ്രണയത്തെപ്പറ്റി അവൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ അവരെയല്ലേ ചേർത്ത് വെക്കുമായിരുന്നുള്ളൂ. ഗായത്രി സ്വയം ചിന്തിച്ചു. പിന്നെയും ശ്യാമള എന്തോ പറയാൻ തുടങ്ങിയത് ഗായത്രി അവരെ തടഞ്ഞു. ഇനിയൊന്നും പറയാൻ നിൽക്കണ്ടമ്മേ, എവിടെയെങ്കിലും പോയി ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ, എനിക്ക് ഉറക്കം വരുന്നു. അവൾക്ക് അല്പനേരം തനിച്ചിരിക്കാൻ വേണ്ടിയാണ് തന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായതും ഗായത്രിയെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് ശ്യാമള പതിയെ താഴേക്ക് നടന്നു. ശ്യാമള താഴേക്ക് ചെല്ലുമ്പോൾ മാഷു വല്ലാത്തൊരു വെപ്രാളത്തോടെ ഹാളിൽ തലങ്ങും വിലങ്ങും നടക്കുകയാണ്. ശ്യാമള മാഷിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ മാഷി, ഓരോന്നൊക്കെ ആലോചിച്ച് വീണ്ടും അസുഖമൊന്നും വരുത്തി വെക്കരുത്. അവർ കരുതലോടെ ഉപദേശിച്ചു മാഷിനെ. അങ്ങനല്ല ശ്യാമളെ, മഹേഷും കുടുംബവും വിവാഹം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും മുന്നും പിന്നെ നോക്കാണ്ട് സമ്മതിച്ചു. പക്ഷെ ഗായത്രിക്ക് വേണ്ടി നമ്മളൊന്നും കരുതി വെച്ചിട്ടില്ലല്ലോ. ഉണ്ടായിരുന്ന പൊന്നും പണം എടുത്തുകൊണ്ടല്ലേ ഗംഗ പോയത്. അവളെക്കുറിച്ചാണെങ്കിൽ യാതൊരു വിവരവുമില്ല. പെട്ടെന്നാണ് ശ്യാമളയമ്മ കാര്യം ഓർത്തത്. മാഷെ, നമ്മളിനി എന്ത് ചെയ്യും? നാളെ വിവാഹം. ഒറ്റ രാത്രി കൊണ്ട് എന്ത് അത്ഭുതം സംഭവിക്കാനോ ഈശ്വര. ശ്യാമള തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് നിലത്തേക്കിരുന്നു. അതേസമയം ആ സംസാരം കേട്ടതുകൊണ്ട് ജയന്തിയും ഷാജിയും അവിടേക്ക് വന്നു. അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ജയന്തിയോടും ഷാജിയോടും ശ്യാമള പറഞ്ഞു. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ശ്രീബാലയും ശ്രീവിദ്യയും നേരെ മുകളിലെ ഗായത്രിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. ഏട്ടൻ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. ഞാൻ ശ്രീബാലയ്ക്കും ശ്രീനിധിക്കും വേണ്ടി കുറച്ച് സ്വർണ്ണമൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്കതെടുക്കാം, ആവശ്യങ്ങൾ നടക്കട്ടെ. ഷാജി പറഞ്ഞതും മാഷ് വിലങ്ങനെ തലയാട്ടി. വേണ്ട ഷാജി, അത് നിന്റെ മക്കൾക്ക് വേണ്ടി നീ കരുതി വെച്ചത്. അതും അങ്ങ് ഗൾഫിൽ കിടന്ന് ചോര നീരാക്കി നീ ഉണ്ടാക്കിയത്. അത് വേണ്ട. ചേട്ടൻ ഞങ്ങളെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? ഒരാവശ്യ സമയത്തല്ലേ നമ്മളൊക്കെ പരസ്പരം ചേർത്ത് പിടിക്കേണ്ടത്? ജയന്തി ചോദിച്ചതും വേണുമാഷ് നേരെ കണ്ണുകളോടെ അവരെ നോക്കി. ശ്യാമള ചെന്ന് ജയന്തിയെ കെട്ടിപ്പുണർന്നു. ജയന്തി തന്നാലാകും വിധം ശ്യാമളയെ ആശ്വസിപ്പിച്ചു. പിന്നെ ഏട്ടാ, അല്പം മടിച്ചാണ് ഷാജി പറഞ്ഞു തുടങ്ങിയത്. ഗംഗയെയും ഒരു പയ്യനെയും പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മൂന്നാറിൽ വെച്ചാണ് കണ്ടുപിടിച്ചത്. അവരിരുവരും നിയമപരമായി വിവാഹം കഴിച്ചത്രേ. ഇനിയും ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് ഷാജി അത് പറഞ്ഞു. അതൊക്കെ പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ മാഷിന് ആ സമയം ഒട്ടും താങ്ങാനായില്ല. ആദ്യമായി ആശുപത്രിയിൽ വെച്ച് ഗംഗയെ തൻ്റെ കയ്യിലേക്ക് കിട്ടിയത് മുതലുള്ള നിമിഷങ്ങൾ, അവളുടെ ഓരോരോ വളർച്ചകൾ, ഉയർച്ചകൾ മാഷിൻ്റെ മനസ്സിൽ ഒരു തിരശ്ശീലയിൽ എന്നതുപോലെ കടന്നുപോയി. ശ്യാമളയുടെ മനസ്സിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്
ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ തെറ്റാ മാഷെ. ഞാൻ അവളെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതെങ്ങനെ ശ്യാമളെ തൻ്റെ മാത്രം തെറ്റാവുന്നത്? നമ്മൾ രണ്ടുപേരും ചേർന്നല്ലേ അവളെ വളർത്തിയത്. തനിക്കുള്ള പോലെ തന്നെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം എനിക്കുമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. മാഷ് ശ്യാമളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. അവരിരുവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകി. തുടരും.